ഇത്തരം എല്ലാ സ്ഥാപനങ്ങളിലും പോലീസിന് പ്രത്യേക താല്പര്യങ്ങളുണ്ട്. പോലീസിൻ്റെ അറിവോടുകൂടിയാണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതുവരെ നമ്മുടെ സർക്കാരോ ആഭ്യന്തര വകുപ്പോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട സ്ഥലങ്ങളിലെ പോലീസ് ഉദ്യോഗസ്ഥരോ വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവരെ ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് പ്രവർത്തിക്കുകയാണ് എന്നുള്ളതാണ് ശരിയായ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു വിവരം. അപ്പോൾ ഇതിനെ കൃത്യമായ രീതിയിൽ നമ്മൾ അഡ്രസ്സ് ചെയ്തില്ലെന്നെങ്കിൽ പ്രശ്നമാണ്. ഇപ്പോഴത്തെ നമ്മളുടെ ഈ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ സ്വസ്ഥതയും സമാധാനവും നിർണ്ണയിക്കുന്നത്, തീരുമാനിക്കുന്നത് ഗുണ്ടകളാണ്. ഗുണ്ടകൾ വിചാരിച്ചെങ്കിൽ സ്വസ്ഥത വരൂ എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അതിനപ്പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജനങ്ങൾ ഉണരണം, ജനങ്ങൾ ജാഗ്രതയോട് പ്രവർത്തിക്കണം. ജനങ്ങളുടെ ആ ഒരു പൗരബോധത്തോടു കൂടിയുള്ള നമ്മുടെ ആ ഒരു പ്രവർത്തനം കൊണ്ട് മാത്രമേ ഇതിനെതിരായിട്ടുള്ള ഒരു അവയർനെസ്സും മറ്റു കാര്യങ്ങളും ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ പ്രദേശം സ്വസ്ഥമായിട്ട് ഇരിക്കാൻ കഴിയും. കൂണ് പോലെയാണ് പത്തനംതിട്ടയിൽ സ്പാ കേന്ദ്രങ്ങൾ മുളച്ചു പൊങ്ങുന്നത്. ഇവിടെ നിന്നെല്ലാം മാസപ്പടി ഇനത്തിൽ പണം തട്ടുകയാണ് ചില പോലീസുകാരുടെ ജോലി. അങ്ങനെ വരുമ്പോൾ കേസുമില്ല, പ്രതികൾക്ക് അങ്ങനെ സ്വൈര്യമായി വിഹരിക്കുകയും ചെയ്യാം. ഈ സംഭവത്തിലും പോലീസ് മെല്ലെപ്പോക്ക് കാട്ടിയിട്ടുണ്ട് എന്നാണ് പൊതുവെ ഉയരുന്ന പരാതി. പല പോലീസുകാർക്കും സ്പാ ഗുണ്ടാസംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് പത്തനംതിട്ട SP തന്നെ സമ്മതിക്കുന്നു. ഞങ്ങൾ അങ്ങനെ ആരെങ്കിലും ഉള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ഞങ്ങൾ അപ്പോൾ തന്നെ ഐഡന്റിഫൈ ചെയ്ത് അപ്പോൾ തന്നെ ഞങ്ങൾ നടപടികൾ എടുക്കാറുണ്ട്. മുൻപുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഈ സംഭവവുമായിട്ട് അന്വേഷണം നല്ല രീതിയിലാണ് പോകുന്നതാണ്. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും എനിത്തിങ് നമ്മൾ കണ്ടെത്തിയാൽ നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടാൽ ഇമ്മീഡിയറ്റ്ലി വിൽ ടേക്ക് നെസസറി ആക്ഷൻ. തിരുവല്ല SHO നല്ല ടൈംലി ആയിട്ട് ആക്ട് കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ട്. നല്ല രീതിയിലാണ് അവർ ആക്ട് ചെയ്തു വരുന്നതാണ്. അങ്ങനെ ആരെങ്കിലും ഉദ്യോഗസ്ഥരെ ഞങ്ങൾ കണ്ടെത്തിയാൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ അതിനായിട്ടുള്ള നടപടി എടുക്കും. മുൻപ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഈ സംഭവം 1-ാം തീയതി ഇത് സംഭവിച്ചതാണ്. പക്ഷേ ഇത് പരാതികളോ യാതൊന്നോ നമുക്ക് അവർ കൊടുത്തിട്ടില്ല. നമുക്ക് അടുത്ത 2-ാം തീയതിയാണ് നമുക്ക് ഇതിനായിട്ടുള്ള വിവരം നമ്മൾ ഉദ്യോഗസ്ഥർക്ക് കിട്ടുന്നതാണ്. ആ ഉദ്യോഗസ്ഥർ കിട്ടുന്ന മുറയ്ക്ക് തന്നെ നേരിട്ട് എനിക്കും സ്പെഷ്യൽ ബ്രാഞ്ച് DSP വിവരം കൈമാറി. അപ്പോൾ തന്നെ നമ്മൾ തിരുവല്ല SHO ഇമ്മീഡിയറ്റ്ലി ആക്ട്. പത്തനംതിട്ടയിൽ പ്രവർത്തിക്കുന്ന പല സ്പാ കേന്ദ്രങ്ങളുടെയും മറവിൽ നിയമവിരുദ്ധമായി പലതും നടക്കുന്നുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. പോലീസിലെ ചിലർ മാസപ്പടി വാങ്ങി പല കുറ്റകൃത്യങ്ങൾക്കും കൂട്ടുനിൽക്കുന്നു എന്ന സംശയവും ബലപ്പെടുകയാണ്. എന്താണ് സംഭവിച്ചത്, എന്ത് നടപടിയാണ് ഇനി വേണ്ടത്? മാധ്യമപ്രവർത്തകൻ SD വേണുകുമാർ പറയുന്നത് കൂടി നമുക്കൊന്ന് കേൾക്കാം.